ഈ 90% ജീവനക്കാരും നമ്മളോടൊപ്പം തന്നെയാണ്. ഉണ്ട്. 95% ജീവനക്കാരും എന്നോടൊപ്പം ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണ്. അവരുടെ ഒരു താല്പര്യമാണ് ഇതിൻ്റെ വളർച്ച. എന്ത് കൊടുത്താലും അവരത് ഏറ്റെടുക്കും. ശബരിമലയിലൊക്കെ നടന്ന മെയിൻ്റനൻസ് വർക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാം അവർ പോയിട്ട് ഈ പട്ടാളം വരുന്നത് പോലെ അവർ വന്ന് അവരെ മെക്കാനിക്കുകളെല്ലാം. ഇപ്പം എയർ കണ്ടീഷനില്ലേ, പാലക്കാട് ഓഫീസ് എയർ കണ്ടീഷനാണ്, ജീവനക്കാർ കിടക്കുന്ന മുറി എയർ കണ്ടീഷനാണ്. കരുനാഗപ്പള്ളിയിൽ ജീവനക്കാരെ മുറി പണിത് ഞാൻ തന്നെയാണ്, എൻ്റെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് ഞാനാണ് AC വെച്ച് കൊടുത്തത്. ഇപ്പോൾ ജീവനക്കാർ യാത്ര കഴിഞ്ഞ് എല്ലാ ബസ് സ്റ്റേഷനും പുതുക്കി പണിയാണ്. കൊട്ടാരക്കര, കൊല്ലം, കായംകുളം, ആറ്റിങ്ങൽ, തൃശ്ശൂർ, എറണാകുളം, അവിടെ എല്ലാം ജീവനക്കാർ കിടക്കുന്ന മുറികൾ എയർ കണ്ടീഷനാണ്. യാത്ര കഴിഞ്ഞ് അവർ വരുമ്പോൾ സുഖമായി കിടന്നുറങ്ങുക, സുഖമായിട്ട് ഓടിക്കുക. ആക്സിഡൻറ്റ്, കള്ളു കുടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞു, നിർബന്ധമായിട്ട് കള്ളുകൂടി നിർത്തി. അത് തടഞ്ഞതുകൊണ്ട് മേജർ ആക്സിഡൻറ്റ് KSRTCയുടെ ചരിത്രത്തിൽ 3-1 കുറഞ്ഞു. ഇപ്പം ഇങ്ങോട്ടൊന്ന് ഇടിയാണ്. പിന്നെ KSRTC ജീവനക്കാർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഇന്ത്യയിലെ കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല. ഇന്നലെ ഒരു സഹോദരിക്ക് 1 കോടി രൂപയാണ് കൊടുത്തത്. ഒരു വ്യക്തി മരിച്ചു, ട്രെയിൻ തട്ടിയിട്ട് ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു, ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾക്ക്, ഭാര്യയ്ക്കും 1 കോടി രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞു, ഇൻഷുറൻസാണ്. ഇതൊന്നും ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നലെ അത് നല്ല കാര്യം പറയില്ലല്ലോ.